നമസ്കാരം, ആശ്രവാസ്തുവിലേക്ക് സ്വാഗതം. 2025 മീനമാസത്തിൽ മേടൻ രാശിക്കാരുടെ സമ്പൂർണ്ണ മാസഫലത്തെക്കുറിച്ചാണ് ഞാൻ താഴെ പറയുന്നത്. ആദ്യമായി ഗ്രഹനിലയിലേക്ക് കിടക്കാം. ഇടവത്തിൽ ഗുരു, മിഥുനത്തിൽ ചൊവ്വ, കന്നിയിൽ സിഹി, കുംഭത്തിൽ ശനി. മാർച്ച് 29 ശനി മീനൻ രാശിയിലേക്ക് സംക്രമിക്കും. മീനത്തിൽ രവി, ബുധൻ, ശുക്രൻ, സർപ്പൻ എന്നീ ഗ്രഹങ്ങളാണ് ഇപ്പോൾ നിൽക്കുന്നത്. മേൽപ്പറഞ്ഞ ഗ്രഹങ്ങളുടെ സഞ്ചാരം അനുസരിച്ചാണ് ഞാനിവിടെ ഫലം പറയാൻ പോകുന്നത്. മേടൻ രാശി. അശ്വതി, ഭരണി, കാർത്തികകാൽ എന്നീ നക്ഷത്രങ്ങൾ ചേർന്നതാണ് മേടൻ രാശി. മേടൻ രാശിയുടെ 5ാം ഭാവാധിപനായ സൂര്യൻ മീനമാസത്തിൽ മേടത്തിൻ്റെ 12ാം ഭാവത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. 12ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന സൂര്യൻ പ്രതികൂല അനുഭവങ്ങളായിരിക്കും ഒരു മാസത്തേക്ക് മേടൻ രാശിക്കാർക്ക് നൽകുന്നത്. കാര്യഹാനിയും സ്ഥാനഭ്രംശവും അധിക ചിലവുകളും ഉണ്ടാകാം. ബന്ധുക്കളുമായി അകൽച്ചയും സ്നേഹിതരുമായി കലഹവും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ജന്മരാശ്യാധിപനായ ചൊവ്വ ഇഷ്ടഭാവത്തിൽ സ്ഥിതി ചെയ്യുന്നത് കൊണ്ട് ആരോഗ്യം മെച്ചമായിരിക്കും. 10ാം ഭാവാധിപനായ ശനി മാർച്ച് 29 വരെ സർവാഭീഷ്ട സ്ഥാനത്ത് നിന്ന് അധികാരപ്രാപ്തിയും ധനലാഭവും ഭാര്യാപുത്രാദി സുഖവും രോഗശമനവും ബഹുമാന ലാഭവുമാണ് നൽകുന്നത്. മാസത്തിൻ്റെ 2ാം പകുതിയിൽ ശനി മേടൻ രാശിയുടെ 12ാം ഭാവത്തിലേക്ക് സഞ്ചരിക്കുന്നു. നഷ്ടങ്ങളും ദൂരയാത്രയും അമിത ചിലവുകളുമായിരിക്കും ഫലം. 7ാം ശനിയുടെ തുടക്കമാണ്. 7ാം ഭാവാധിപനായ ശുക്രൻ 12ാം ഭാവത്തിൽ ഉച്ചസ്ഥനായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. 12ലെ ശുക്രൻ സമ്പൽ സമൃദ്ധിയും ശയനസുഖവും നൽകും. ഒരിക്കലും പണത്തിന് ബുദ്ധിമുട്ട് അനുഭവപ്പെടുകയില്ല. സുഖവും സൗഭാഗ്യങ്ങളും അനുഭവത്തിൽ വരും. പക്ഷേ ചിലവുകളും കൂടും. ദമ്പതികൾക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകുകയില്ല. 5ാം ഭാവാധിപനായ സൂര്യൻ 12ാം ഭാവത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ബുധനോടും ശുക്രനോടും യോഗം ചെയ്തു നിൽക്കുന്നു. നിമ്നയോഗവും ഇവിടെ സംഭവിക്കുന്നു. വിദ്യാർത്ഥികൾ കഠിനാധ്വാനം ചെയ്ത വലിയ വിജയങ്ങൾ നേടാം. പ്രണയിക്കുന്നവർക്ക് സമയം മെച്ചമാണ്. രാഹുവിൻ്റെ യോഗം ശ്രദ്ധിക്കണം. ചതി പറ്റാതെ സൂക്ഷിക്കുക. വിവാഹാലോചനകൾ നടത്തുന്നവർക്ക് ധാരാളം വിവാഹങ്ങൾ വരും. പക്ഷേ അത്ര പെട്ടെന്ന് നടക്കത്തില്ല. 2ൽ നിൽക്കുന്ന ഗുരു മെയ് 14 വരെ സുഖവും കർമ്മരംഗത്ത് ഉയർച്ചയും ശത്രുക്കളുടെ നാശവും ധനവരവും നൽകും. ദൈവാധീനവും ഉണ്ടാകും. 3ാം ഭാവത്തിൽ നിൽക്കുന്ന ചൊവ്വ ധനവർദ്ധനവും ശത്രു പരാജയവും സുഖവും ആഭരണ ലാഭവും നൽകുന്നു. 6ലെ സിഹി സമ്പത്തിനെയും സുഖത്തിനെയും സൂചിപ്പിക്കുന്നു. 3ഉം 6ഉം ഭാവാധിപനായ ബുധൻ 12ാം ഭാവത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. നീചഭംഗം ചെയ്തു നിൽക്കുന്ന ബുധൻ ഗുണഫലങ്ങളാണ് നൽകുന്നത്. ഇത് കർമ്മരംഗത്ത് വലിയ ഉയർച്ചയുണ്ടാക്കും. 12ലെ സർപ്പൻ ചിലവുകളെ സൂചിപ്പിക്കുന്നു. അങ്ങനെ സൂര്യനും രാഹുവും മാസത്തിൻ്റെ 2ാം പകുതിയിൽ ശനിയും വിപരീത ഫലങ്ങളാണ് നൽകുന്നത്. 2025 മാർച്ച് 29 മേടൻ രാശിക്കാർക്ക് 7ാം ശനി തുടങ്ങുകയാണ്. പേടിക്കേണ്ട കാര്യമില്ല. പരിഹാരങ്ങൾ ചെയ്താൽ മതി. ഈശ്വരവിശ്വാസമുള്ളവർക്ക് ഒന്നും സംഭവിക്കില്ല. ദിവസവും നാമം ജപിക്കുക. ശാസ്താവിൻ്റെയും ശിവൻ്റെയും ഹനുമാൻ സ്വാമിയുടെയും കീർത്തനങ്ങൾ നിത്യവും ജപിക്കുക. എല്ലാ ശനിദോഷവും ഇല്ലാതാവും. സൂര്യനെ പ്രീതിപ്പെടുത്താൻ ശിവക്ഷേത്രത്തിൽ ദർശനം കൂടി നടത്തുക. പതിവായി ആയില്യ പൂജയും നടത്തണം. എല്ലാ ദോഷങ്ങളും മാറിക്കിട്ടും. വീണ്ടും നിങ്ങൾക്ക് നന്മകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. ഇനി അടുത്ത വീഡിയോയുമായി വരാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സംശയങ്ങൾക്ക് വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടുക.